സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ തോൽപ്പിച്ചത് പിണറായി വിജയനും MP ഗോവിന്ദനുമാണ് എന്നായിരുന്നു CPM-ന്റെ ബ്രാഞ്ച് തലത്തിലും ബൂത്ത് തലത്തിലും ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സമിതിയിലുമെല്ലാം ഉയർന്നു വന്ന ആരോപണങ്ങൾ. തെരഞ്ഞെടുപ്പ് പരാജയ അവലോകന യോഗങ്ങളിലെല്ലാം അതിൻ്റെ കാരണക്കാരായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഈ രണ്ട് നേതാക്കളാണ്. മറ്റ് വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ തോൽവിയുടെ പ്രധാന ഉത്തരവാദികൾ പാർട്ടിയെ നയിച്ച MP ഗോവിന്ദനും ഭരണത്തെ നയിച്ച പിണറായി വിജയനുമാണ് എന്നുള്ളതായിരുന്നു കണ്ടെത്തിയിരുന്നത്. എന്നാൽ കീഴ്ഘടകങ്ങളുടെ എല്ലാം ഈ പരാജയ അവലോകന റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം സംസ്ഥാന സമിതി അതെല്ലാം പരിശോധിക്കുകയും വെട്ടിത്തിരുത്തി താഴെ കീഴ്ഘടകങ്ങളിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ കീഴ്ഘടകങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏതെങ്കിലും നേതാക്കന്മാർക്കല്ല, നേതൃത്വത്തിനാണ്, കൂട്ടായ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് അന്ന് പിണറായി വിജയനും MP ഗോവിന്ദനും അടങ്ങുന്ന സംസ്ഥാന സമിതി താഴെ തട്ടിലേക്ക് ഉത്തരവ് അയച്ചത്. അതായത് MP ഗോവിന്ദനും പിണറായി വിജയനും ഈ പരാജയത്തിൽ വലിയ പങ്കൊന്നുമില്ല, നേതൃത്വത്തിനാണ് പങ്ക്. എന്നാൽ 2-3 ദിവസമായി ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം കൃത്യമായി തന്നെ പിണറായി വിജയനെതിരെയും MP ഗോവിന്ദനെതിരെയും ആഞ്ഞടിച്ചിരിക്കുന്നു. പിണറായി വിജയൻ്റെയും MP ഗോവിന്ദൻ്റെയും പേരെടുത്ത് പറഞ്ഞ് ഇരുവരുടെയും ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന പ്രവൃത്തിയും പെരുമാറ്റ രീതിയും സംസാര രീതിയും തന്നെയാണ് ജനങ്ങളിൽ നിന്നും ഈ പാർട്ടിയെ അകറ്റിയത്, ജനങ്ങളിൽ ഈ പാർട്ടിക്ക് അവമതിപ്പുളവാക്കിയത്. മാറേണ്ടവർ മാറണം, തിരുത്തേണ്ടവർ തിരുത്തണം, ശൈലി തിരുത്തി മുന്നോട്ട് പോകണം എന്നുള്ള കൃത്യമായ താക്കീതും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇന്ന് ബ്രാഞ്ച് തലം മുതൽ പോളിറ്റ് ബ്യൂറോവും കേന്ദ്ര കമ്മിറ്റിയും വരെ അവിടെയൊക്കെ എന്തെല്ലാം നടക്കണം, ഏത് രീതിയിലുള്ള ചർച്ച നടക്കണം, ചർച്ച എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള അജണ്ടകൾ സെറ്റ് ചെയ്തിരുന്ന പിണറായി വിജയൻ പാർട്ടിയിൽ ദുർബലനായി മാറി നിൽക്കപ്പെടുമ്പോൾ ഇനിയും പിണറായി വിജയനെയും MP ഗോവിന്ദനെയും പേറിക്കൊണ്ട് പാർട്ടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാർട്ടി ബംഗാളിലേതുപോലെ ത്രിപുരയിലേതുപോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്ന അവസ്ഥയിലേക്ക് എത്തും എന്ന് തിരിച്ചറിഞ്ഞ കുറച്ച് കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളാണ് ഇതിന് പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അതിൽ MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമുണ്ട്. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ പാർട്ടിയിലും അതുപോലെ തന്നെ പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളിലും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 82 വയസ്സ് കഴിഞ്ഞ പിണറായി വിജയൻ ഇനി ഒരിക്കലും CPM-ന്റെ സാരഥ്യത്തിലേക്ക് വരില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ പിണറായി വിജയനെ വെട്ടി ഒതുക്കിയിരിക്കുന്നു. ഏത് നിമിഷവും ആരോഗ്യപരമായ കാരണങ്ങളാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രാജിവെക്കും എന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ അത്തരം ഒരു വാർത്ത അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പുറത്തു വരും എന്നാണ് പറയപ്പെടുന്നത്. MP ഗോവിന്ദൻ്റെയും അവസ്ഥ വിഭിന്നമായിരിക്കില്ല. എങ്ങനെയാണ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ ഇപ്പോൾ CPM-ൽ നടക്കുന്ന ഇത്തരം സംഭവവികാസങ്ങളെ നോക്കിക്കാണുന്നത്? പ്രതിഭ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ല, ഏത് പ്രസ്ഥാനമാണെങ്കിലും അത് രൂപീകരിക്കുകയും നിലനിൽക്കുകയും വളർന്നു വരികയും ചെയ്യണമെങ്കിൽ അടിസ്ഥാനപരമായി 2 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അത് പരിഗണിച്ചേ പറ്റൂ. ഒന്ന്, ജനങ്ങൾക്ക് പൊതുവിൽ സ്വീകാര്യമായ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ. 2, ആ പ്രത്യയശാസ്ത്ര അടിത്തറയ്ക്ക് ബലം നൽകാൻ പറ്റുന്ന താഴെത്തട്ട് വരെയുള്ള സംഘടനാ സംവിധാനം. കേരളത്തിൻ്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ ഒരു പരിധിവരെ CPM ഈ 2 കാര്യങ്ങളിലും അനുഗ്രഹീതരായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഒരു 10 വർഷങ്ങളിൽ ഇപ്പോൾ പിണറായിയെ തന്നെ ഒരു പോയിൻ്റ് ആയിട്ട് മയിൽക്കുറ്റി, കേരളയിലെ കുറ്റി പോലെ ഒരു കുറ്റിയായിട്ട് പിണറായിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയുടെ അവസാനത്തെ കുറ്റിയായിട്ട് കാണിച്ചാൽ ആ കുറ്റിയിൽ നിന്നും ഓരോ ദിവസം ചെല്ലുന്തോറും ഈ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ തകരാൻ തുടങ്ങി. സംഘടനാപരമായ ദൗർബല്യങ്ങൾ കൂടുകയും ചെയ്യും. അഴിമതി തുടങ്ങിയ കാരണങ്ങൾ മൂലം, സ്വജനപക്ഷപാതം തുടങ്ങിയ കാരണങ്ങൾ മൂലം സംഘടനാപരമായ ദൗർബല്യങ്ങൾ കൂടി. ഫലത്തിൽ അവിടെ സംഭവിക്കുന്നത് സംഘടനയുമില്ല, പ്രത്യയശാസ്ത്രവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് CPM എത്തിയിരിക്കുകയാണ്. പക്ഷേ പിണറായി വിജയൻ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇഷ്ടം. കാരണം അദ്ദേഹത്തിൻ്റെ ഇനി ഒന്നുമില്ല. കാലിഹാത്ത് ചലിയ എന്ന് പറഞ്ഞാൽ കൈ രണ്ടും പൊക്കി കാണിച്ചു എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നാണ് കാണിക്കുന്നത്. ഇനി ഈ കൈകൾ ശൂന്യമാണെന്നല്ല പറഞ്ഞാൽ ഈ കൈകൾ ശൂന്യമാണെന്നാണ് കാണിക്കുന്നത്. എൻ്റെ മനസ്സും ശരീരവും തലച്ചോറും എല്ലാം ശൂന്യമായിരിക്കുന്നു എന്ന് പറയുകയാണ് പിണറായി വിജയൻ. അത് പ്രായാധിക്യം കൊണ്ടാണ്. ഇവിടെ എങ്ങനെ പിണറായി വിജയന് അല്ലെങ്കിൽ ഗോവിന്ദന് ഈ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്താൻ ആഗ്രഹം അവർക്കില്ല. കാരണം അവർ വിചാരിച്ചാൽ സാധിക്കില്ല എന്ന് നമ്മളെക്കാളൊക്കെ മറ്റാരേക്കാൾ നന്നായിട്ട് അവർക്കറിയാം. പിന്നെ രണ്ടാമത്, ഈ പഠനത്തിലൊക്കെ മറന്നു പോകുന്നൊരു കാര്യം, ഇവർ എന്തുകൊണ്ട് ജനം വോട്ട് ചെയ്യില്ല എന്ന് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഭരണം മാത്രമല്ല, ആ ഭരണത്തിൻ്റെ മുഖങ്ങളില്ലേ, ഭരണം കൊടുത്ത അനുഭവങ്ങളില്ലേ. ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് വോട്ട് പല ഘടകങ്ങൾ
ചെറു കൈത്തോടുകൾ വരുന്ന പോലെ ഒരു കുത്തൊഴുക്കായി പരിണമിച്ച പോലെ. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് പൂക്കോട് വെറ്റിനറി കോളേജ് സിദ്ധാർത്ഥം എന്ന് പറഞ്ഞ പയ്യൻ്റെ കൊലപാതകമാണ്. കൊലപാതകം മാത്രമല്ല, കൊന്ന രീതി DP ചന്ദ്രശേഖരൻ നമുക്ക് വിടാം, എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടതാണ്. പിന്നെന്താ സംഭവിക്കുന്നത്? അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ അത്ര അല്ല, DP ചന്ദ്രശേഖരനെ ആ ഒറ്റ സമയം കൊണ്ട് തീർക്കുകയാണ്. ഇത് പയ്യനെ ഇഞ്ചിഞ്ചായി ചിത്രവധം ചെയ്യുകയായിരുന്നു. പിന്നെ ഇപ്പുറത്തെ PP ദിവ്യയുടെ കലാപ്രകടനം നമ്മൾ കണ്ടതല്ലേ? അതെ, ADM നവീൻ ബാബു. ഇതൊക്കെ ഈ PP ദിവ്യ അല്ല നമ്മൾ കുറ്റം പറയുന്നത്. ആ സമയത്ത് പിണറായി വിജയനെ CPM കാണുന്നത്, നമ്മൾ സിസ്റ്റത്തിനെ കാണുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ആര്യ രാജേന്ദ്രൻ പാവം പിടിച്ച ഡ്രൈവറെ യദുവിനെ പെടലേക്ക് പിടിച്ച് പുറത്താക്കുന്ന പോലെ ചെയ്തില്ലേ? അപ്പോൾ ഇതെല്ലാം കാണുന്ന ഒരു ജനതയുടെ മുമ്പിലായിരുന്നു ഇവർ ഈ ഭരണ നാടകം നടത്തിക്കൊണ്ട് പോയിരുന്നത്. അത് തിരിച്ചറിഞ്ഞ ജനങ്ങൾ അപ്പോൾ ഈ തെറ്റുകൾ തിരുത്താൻ തയ്യാറില്ലെങ്കിൽ, അല്ലെ ആർഷോ പോലുള്ളവരെ വീണ്ടും സംഘടനയ്ക്കകത്ത് കൊണ്ടുനടക്കാനാണ് ഭാവമെങ്കിൽ, ഇവർ പിണറായി വിജയനൊക്കെ വളർത്തിക്കൊടുത്ത് ഇവരൊക്കെയാണ്. സാർ ഇവിടെ സാർ പറഞ്ഞതെന്ന് എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഇപ്പോൾ പിണറായി വിജയനും MP ഗോവിന്ദനും ധാർഷ്ട്യത്തിൻ്റെ പ്രതിരൂപങ്ങളാണ്, അഹങ്കാരികളായി പെരുമാറി എന്ന് പറയുന്നത് പോലെ ഈ പാർട്ടിയിലുള്ള, അതായത് ഈ ബ്രാഞ്ച് തലത്തിലോ ഏരിയ തലത്തിലോ ജില്ലാ തലത്തിലോ ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന സഖാക്കന്മാർ പോലും ആയിരക്കണക്കിന് പിണറായി വിജയന്മാരായി മാറി എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി ഇവർ മാറി എന്നുള്ളതാണോ? ആ മാറ്റം ജനങ്ങൾ തിരിച്ചറിഞ്ഞു, വളരെ വ്യക്തമായിട്ടും തിരിച്ചറിഞ്ഞു. ഇവിടെ അതുകൊണ്ടാണ് തിരുത്തലിനെ പറ്റി ആലോചിക്കുമ്പോൾ പിണറായി വിജയനോട്, ഇപ്പം താങ്കളാണ് പിണറായി വിജയൻ്റെ സ്ഥാനത്തെങ്കിൽ എവിടെയാണ് തിരുത്ത് തുടങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ എന്നാ ഉത്തരം പറയും? അത് ഇവർ സ്വയം വിമർശനാത്മകമായ രീതിയിൽ എന്ത് ചെയ്യണമല്ലോ, അതിനവരെന്ത് ചെയ്യണമെന്ന് പറ. എന്ത് ചെയ്യണം? പിണറായി വിജയനോ ഗോവിന്ദനും താങ്കൾ ആ സ്ഥാനത്താണെങ്കിൽ താങ്കൾ എങ്ങനെ തിരുത്താൻ നോക്കും? അല്ല, തീർച്ചയായും ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഞാൻ ഈ പാർട്ടിയിൽ നിലനിൽക്കുന്ന സമയത്ത് പാർട്ടിക്ക് മുന്നോട്ടുള്ള ഗതി സുസാധ്യമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി എൻ്റെ സേവനങ്ങൾ പാർട്ടിയുടെ പുറത്ത് നിൽക്കും. ആ മാനസികാവസ്ഥയിൽ എത്തിയെങ്കിൽ മാത്രമേ പിണറായി വിജയനും MP ഗോവിന്ദനും അതുപോലെ എല്ലാ ഒത്തിരി നേതാക്കന്മാരുണ്ട്. സ്വയം വിരമിക്കലല്ല, സ്വയം വിരമിച്ചാലും ഇടയ്ക്ക് രംഗത്ത് വരാമല്ലോ. ഒഴിഞ്ഞു മാറി എങ്ങോട്ടെങ്കിലും ഹിമാലയ സ്ഥാനങ്ങളിലേക്ക് തപസ്സിന് പോകാം. പഴയ മഹർഷിമാരെ ഇരുന്ന പോലെ കുറേ നാൾ തപസ്സിന് പോകാം. അല്ല, അത് അവരുടെ പ്രത്യയശാസ്ത്രമായിട്ട് ചേരാത്ത കാര്യമാണ്. അല്ല, അവരുടെ പ്രത്യയശാസ്ത്രം തപസ്സിൽ അവസാനിക്കുന്ന, എല്ലാം വേണ്ടെന്ന് വയ്ക്കുന്ന അവസാനിക്കുന്ന സർവ്വസംഘപരിത്യാഗം. അതിന് ഇവർ തയ്യാറുണ്ടോ? MP ഗോവിന്ദനും ഇന്നുവരെ നേടിയതെല്ലാം വെച്ച് നഷ്ടപ്പെട്ടിട്ട്, അല്ലെങ്കിൽ പിണറായി വിജയനും ഇന്ന് വരെ നേടിയതെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് പാർട്ടിക്ക് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, തങ്ങളാക്കിയ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തങ്ങൾ ആർജിച്ച മുഴുവൻ സമ്പത്തിൻ്റെയും അടിസ്ഥാനം ഈ പാർട്ടിയും അതിൻ്റെ സത്വവുമായിരുന്നു എന്ന് മനസ്സിലാക്കി അത് തിരുത്താനുള്ള തന്മനസ് ഇവർ പരസ്യമായിട്ട് പ്രകടിപ്പിക്കൂ. അല്ല സാർ, ഒരു പറ്റ ആളുകളുടെ കണ്ണീരിൻ്റെയും ജീവിതത്തിൻ്റെയും ജീവൻ്റെയും വിലയാണ് ഈ പാർട്ടി. വെടിയുണ്ടകൾക്ക് മുന്നിൽ നെഞ്ചുവിരിച്ച് നിന്ന് ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് മരണത്തെ പുൽകി പാർട്ടിക്ക് വേണ്ടി ധീര രക്തസാക്ഷികളായി മാറിയ ആളുകളുടെ പാർട്ടിയാണിത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ഈ പാർട്ടിക്ക് വേണ്ടിയാണ് ഹോമിച്ചത്. വിപ്ലവത്തിലൂടെ നാട്ടിൽ ഒരു പുരോഗമനപരമായ മാറ്റം ഉണ്ടാകാൻ, ഒരു നവോത്ഥാനം സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വേണം. അധിസ്ഥിതനെ അടിച്ചമർത്തപ്പെടുന്നവന് ജീവിതം വേണം, അവനും ശബ്ദമുണ്ട്. ഇത് ഈ ജീവൻ വില കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു മറുപടിയാകുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാറ്റം കുറിക്കാനാകുമെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ തരുന്നു, പുല്ലുപോലെ വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ധീര രക്തസാക്ഷികൾ മരണത്തെ പുൽകിയത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പാർട്ടി, ഒരു പ്രസ്ഥാനത്തെ ഇത്തരത്തിൽ തെരുവിലേക്ക് വളരെ ജുഗുപ്സാകരമായ രീതിയിൽ വലിച്ചെടുക്കപ്പെടുമ്പോൾ അന്ന് ആ പാർട്ടി എന്ത് ലക്ഷ്യത്തോടു കൂടി രൂപം കൊണ്ടോ അതില്ലായ്മ ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ ശോചനീയം തന്നെയാണ്, സങ്കടകരം തന്നെയാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ ഇക്കുറി ഈ CPMന് തിരിച്ചു വോട്ട് ചെയ്തതിൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നില്ല. ഈ പാർട്ടി രക്ഷപ്പെടണം, അതിന് ഇവർ താഴെ ഇറങ്ങണം. ഇവർ വെച്ചുകൊണ്ട് ഒരു നവോത്ഥാനം ഇവിടെ സാധ്യമല്ല. ഇവർ പോകണം, പോയി കഴിഞ്ഞാൽ അടുത്തൊരു രൂപരേഖ ഉണ്ടാകും, അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ളൊരു പദ്ധതി ഉണ്ടാകും, പുതിയൊരു നാമ്പ് മുളച്ചു വരും. എനിക്ക് തോന്നുന്നു ഇതാണ് ഇവിടെ പ്രാവർത്തികമാക്കാൻ സാധ്യത എന്ന് തോന്നുന്നു. എന്തായാലും പിണറായി വിജയനെതിരെ കേന്ദ്ര കമ്മിറ്റിയിൽ ഇത്രത്തോളം രൂക്ഷമായ ഭാഷയിൽ ഒരു വിമർശനം ഉണ്ടായി, MP ഗോവിന്ദനെതിരെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ഒന്നോ രണ്ടോ ഇടങ്ങളിൽ നിന്നും വളരെ അസ്വാഭാവികമായി വന്നതോ അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു വികാരം കൊണ്ട് ഉരുത്തിരിഞ്ഞതല്ല. വളരെ നാളത്തെ പലരുടെയും ആലോചനയുടെയും അജണ്ടയുടെയും ഭാഗമായി തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ പിണറായി വിജയനും MP ഗോവിന്ദനും നിശിതമായി വിമർശിക്കപ്പെട്ടത്. സാറ് പറഞ്ഞതുപോലെ സ്വയം വിമർശനാത്മകമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്ന് ഇവർ ഒഴിഞ്ഞു പോകണം. സന്യാസത്തിന് പോയില്ലെങ്കിലും CPM എന്ന പാർട്ടിയിൽ നിന്ന് ഇവർ മാറി നിന്ന് പുതിയ നേതൃത്വത്തിന് വഴിയൊരുക്കിയാൽ മാത്രമേ ഇനി ഏതെങ്കിലും തരത്തിൽ ഈ പാർട്ടിക്ക് ഒരു തിരിച്ചുവരവുണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇതിലും വലിയ പരാജയങ്ങൾ ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഇത്രത്തോളം ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നില്ല. അതെ, അന്നൊന്നും ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നില്ല. പാർട്ടി ശരീരത്തിന്, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ ആ ശരീരത്തിന് അപ്പോഴും ആരോഗ്യം ഉണ്ടായിരുന്നു.
പരാജയവും വിജയവും ഒക്കെ എല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അഥവാ അങ്ങനെ ആയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്വേച്ഛാധിപത്യം കൊടികുത്തി വാഴും. ഇത് തന്നെയാണ് പിണറായി വിജയന് 2 വട്ടം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് അണികൾക്ക് വരെ അത്തരത്തിലുള്ളൊരു അഹങ്കാരം ജനിച്ചു എന്നാണ് വിമർശിക്കപ്പെടുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ വിശദീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആ മാറ്റങ്ങളാണ് ജനങ്ങൾ മനസ്സിലാക്കിയതും ജനങ്ങൾക്കൊരു മാറ്റം വേണമെന്ന് അവർ ആഗ്രഹിച്ചു. അത് പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ എടുത്തു പറഞ്ഞ കാര്യം തന്നെയാണ്. ജനങ്ങളൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചു. എന്ത് തരത്തിലുള്ള മാറ്റമാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ജനങ്ങളത് പരിശോധിച്ചു, അവർ തീരുമാനമെടുത്തു. പക്ഷേ ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കേണ്ടതായി വരും. പ്രതിപക്ഷ നേതൃനിരയിൽ പിണറായി വിജയനെ നിർത്തിക്കൊണ്ട് ഈ പാർട്ടിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു തീരുമാനം വരുന്ന നാളുകളിൽ ഉണ്ടാകും. ആരോഗ്യപരമായ കാരണങ്ങളാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉപേക്ഷിക്കുന്നു എന്നൊരു വാർത്ത വരുന്നത് അത്ഭുതപ്പെടാനില്ല. കാരണം അത് അങ്ങനെയൊന്ന് സംഭവിച്ചാൽ മാത്രമേ CPM എന്ന പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഇനി മുന്നോട്ട് പോകാനുള്ള ശ്വാസമെടുക്കാനെങ്കിലും കഴിയൂ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തായാലും ആ വഴിക്ക് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നോ നാളെയോ അത് സംബന്ധമായിട്ടുള്ള കൂടുതൽ വാർത്തകളും പത്രക്കുറിപ്പുകളും നമുക്ക് അറിയാൻ സാധിക്കും. അതുവരെ നമുക്ക് കാത്തിരിക്കാം.